ഭൃഗുമുക്കോക്കോ ദഹലോഫ ആശായാൽ ഞങ്ങളെ രക്ഷി ചോൻ മശിഹ കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക ആശായാൽ ഞങ്ങളെ രക്ഷി ചോൻ മശിഹ കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക ആശായാൽ ഞങ്ങളെ രക്ഷി ചോൻ മശിഹ കൈക്കൊണ്ടീ കർമ്മം കാരുണ്യം ചെയ്യുക നാഥാ തേ സ്തുതിയും മാനം താതനോ മഹിമ വന്ദനകൾ ശുദ്ധ മാവേനും ഉണ്ടാ ഉൾകൃപ പാപികളാ ഞങ്ങളിലും മേലുള്ളോറിശലേം വാതിൽ കുള്ളിൽ നിൻ സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. 2020 വലിയ നോമ്പിന്റെ അവസാന ദിവസങ്ങളിലേക്ക് പരിശുദ്ധ സഭ കടന്നു വന്നിരിക്കുകയാണ്. വലിയ നോമ്പിലെ ഏറ്റവും ശ്രേഷ്ഠമായ കഷ്ടാനുഭവ വാരത്തിലൂടെ നാം കടന്നു പോകുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റതായ പീഡകളെയും സഹനങ്ങളെയും കഷ്ടതകളെയും ഒക്കെയും പരിശുദ്ധ സഭ വിവിധ യാമങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ ധ്യാനിച്ചുകൊണ്ട് ആ കഷ്ടാനുഭവത്തോട് നമ്മെ തന്നെ ഏകീകരിച്ചുകൊണ്ട് നാം ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കെയും തിരിച്ചറിയണം. COVID-19 വൈറസ് ലോകം മുഴുവനും അതിൻ്റെതായ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നതായ പ്രത്യേക സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ ഓരോ രാജ്യങ്ങളിലും അതാത് ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ എല്ലാ സേവനങ്ങളെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അതിനോട് പരിശുദ്ധ സഭയും അനുകൂലമായി സഹകരിച്ചുകൊണ്ട് ഈ സാഹചര്യങ്ങളെ പ്രാർത്ഥനാപൂർവം ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ 91 സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്നതായ ഉറപ്പിന്റെ ബലത്തിൽ സഭയും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ
ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെ സഭാമക്കൾ എല്ലാവരും ചേർന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുവാനും നമുക്ക് സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിലും ഹൈമോനുത്തോ ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്ത് ലോകം മുഴുവനുള്ളതായ വിശ്വാസ സമൂഹത്തിന് അത് ടെലികാസ്റ്റ് ചെയ്യുവാൻ സാധിച്ചതിൽ ഈ തരുണത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പതറിപ്പോകുന്നൊരു അനുഭവമല്ല, മറിച്ച് ഓരോ അനുഭവങ്ങളിലുമുള്ളതായ സാധ്യതകളെയൊക്കെയും കണ്ടെത്തിക്കൊണ്ട് അവിടെയുള്ളതായ ദൈവത്തിന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് ഇവിടെ ദൈവത്തിന്റെ വലിയ ശക്തിയെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് കൂടുതലായിട്ട് ക്രമപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അല്പസമയം പ്രത്യേകിച്ച് ഈ പീഠാനുഭവ വാരത്തിന്റെ നാളുകളിൽ പരിശുദ്ധ നോമ്പിന്റെ വലിയ നോമ്പിന്റെ ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വിവിധ ദിവസങ്ങളിൽ ധ്യാന പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നോമ്പിന്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ, നാം ആരാണ്, നാം എന്താണ്, നാം എവിടെയാണ് എന്നുള്ളതായ ഒരു ഉത്തമമായ ബോധ്യം നമ്മെക്കുറിച്ച് ലഭിക്കുന്നതിനും ആ ബോധ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, സൃഷ്ടാവായ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചുവെങ്കിൽ ആ സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പിൽ സൃഷ്ടിയായിരിക്കുന്ന ഞാനും നിങ്ങളും നമ്മെ തന്നെ സൃഷ്ടിച്ചതായ പൊടി സമമായി തന്നെ താഴ്ത്തപ്പെട്ട് ദൈവത്തിന്റെ സന്നിധി സാഷ്ടാംഗ പ്രണാമം നടത്തുക എന്നുള്ളതാണ് നോമ്പിൽ നമ്മൾ അറിയുന്നതായ, അനുഭവിക്കുന്നതായ ഒരു സത്യം. 2 നോമ്പ് കാലഘട്ടങ്ങളിൽ യഥാർത്ഥമായ ഒരു അനുതാപത്തിലേക്ക് പരിശുദ്ധ സഭ കടന്നു വരികയാണ്. ജീവിതത്തിന്റെ കുറവുകളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തിന്റെ നാളുകളിലൂടെ പരിശുദ്ധ സഭ കടന്നു പോകേണ്ടതായ ദിനങ്ങളാണ്. നോമ്പിൽ നമ്മൾ പ്രാപിക്കുന്നതായ ശക്തി നോമ്പിന് ശേഷവും തുടർന്ന ജീവിതത്തിൽ അതിനനുസരിച്ച് നമ്മളെ തന്നെ ബലപ്പെടുത്തി കൊണ്ടുപോകുവാൻ ഇടയായിത്തീരണം. 3ാമത് നോമ്പിൽ നമ്മൾ പാലിക്കേണ്ടതായ, അനുഭവിക്കുന്നതായ സത്യം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് നല്ലതാകുന്നു. സ്നേഹം കൂടാതെ ഒരുവൻ നോമ്പ് നോക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷതയുമില്ല. സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവന് അപ്പം കൊടുക്കുക. അപ്പോൾ നമ്മുടെ സഹായഹസ്തങ്ങളെയും നമുക്കുള്ളതൊക്കെയും അവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നതായ ഒരു മഹത്തരമായ അനുഭവം ഈ നോമ്പിലൂടെ നമ്മൾ പ്രാപിക്കുന്നു. ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ 2ാമത് പറഞ്ഞതായ ഒരു പശ്ചാത്താപത്തെക്കുറിച്ചാണ്. നോമ്പ് കാലഘട്ടങ്ങളിൽ, വലിയ നോമ്പിൽ നമ്മളൊക്കെയും ഒരു കുമ്പസാരാനുഭവത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതുകൊണ്ട് നോമ്പിൽ മാത്രം കുമ്പസാരിക്കാനുള്ളവരുമല്ല നമ്മൾ. ഏത് സമയത്തും പാപബോധം ഉണ്ടാകുന്ന ഒരു വ്യക്തി ഒരു പുരോഹിതന്റെ സന്നിധിയെ കടന്നു ചെന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെയാണെന്നുള്ള ബോധ്യത്തോടുകൂടി കുറവുകളെ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കേണ്ടതുണ്ട്. നോമ്പ് കാലഘട്ടങ്ങൾ പ്രത്യേകിച്ച് ഈ അനുതാപത്തിന്റെ ഒരു നാളുകളാണെന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ. വലിയ നോമ്പിന്റെ മുന്നാസ്വാദനമായ 3 നോമ്പ് അല്ലെങ്കിൽ നിനവ നോമ്പ്, നിനവാചനം മുഴുവനും രാജാവ് മുതൽ പ്രജകളും കന്നുകാലികളും സകല ജീവജാലങ്ങളും അനുതാപത്തിലേക്ക് കടന്നു വരുന്നതായ, തിന്നുകയോ കുടിക്കുകയോ ആസ്വദിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു അനുതാപത്തിലേക്ക് കടന്നു വരുന്നതായ നാളുകൾ നമ്മൾ കാണുകയുണ്ടായി. പഴയ നിയമ സംഭവങ്ങളിൽ പരിശുദ്ധ സഭ പ്രാധാന്യത്തോടുകൂടി കാണുന്ന അനുഭവമാണ് നിനുവയുടെ മാനസാന്തരം. ഒപ്പം യോനാ പ്രവാചകന്റെ മടങ്ങിവരും. അപ്പോൾ ആ ഒരു മാനസാന്തര അനുഭവത്തിന്റെ നോമ്പിനെയൊക്കെയും ധ്യാനിച്ചതിന് ശേഷം 18 ദിനം കഴിയുമ്പോൾ വലിയ നോമ്പിലേക്ക് സഭ കടക്കുമ്പോൾ
പരിശുദ്ധ സഭ പ്രാധാന്യത്തോടു കൂടിയാണ് നോമ്പ് കാലഘട്ടങ്ങളിൽ കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ വളരുക എന്നുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്റെ മുന്നോടിയായി തന്നെ വഴിയൊരുക്കുവാൻ കടന്നു വന്നതായ യോഹന്നാൻ മംദാനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതായ അതേ ശബ്ദം നമ്മുടെ കർത്താവും ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടും. മാനസാന്തരം യോഹന്നാൻ മംദാന ലോകത്തോട് പ്രഘോഷിച്ചത് നമ്മുടെ കർത്താവ് തന്റെ വചന ശുശ്രൂഷ, തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ലോകത്തോട് നൽകുന്നതായ സുവിശേഷം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആയതുകൊണ്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റനോയി. മെറ്റനോയി എന്ന വാക്കിന്റെ അർത്ഥം ഹൃദയത്തിന്റെ തിരിച്ചിലെന്നാണ്. 2 തലങ്ങൾ അതിനുണ്ട്. ഒരു ആത്മീയ തലത്തിൽ നമ്മൾ ആ വാക്കിനെ പഠിക്കുമ്പോൾ, 1 പാപത്തോട് വിട പറയുക, 2 ദൈവത്തിങ്കിലേക്ക് തിരിയുക. അപ്പോൾ ഹൃദയത്തിന്റെ തിരിച്ചിലെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പാപത്തോട് വിട പറയണം, ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഈ 2 കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. നാളുകൾ ആയിട്ട് ഓരോ വർഷവും വലിയ നോമ്പിനോടനുബന്ധിച്ചും അല്ലാതെയുമൊക്കെയും കുമ്പസാരിച്ച് പാപമോചനം പ്രാപിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മുടെ കുമ്പസാരങ്ങളുടെയൊക്കെയും പൂർണ്ണതയെ അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഈ മനസ്സാന്തരം എന്നുള്ളതായ വിഷയത്തെ കർത്താവായ യേശുക്രിസ്തു ഒരു മനുഷ്യനോട് ഇടപെടുന്നതായ സാഹചര്യത്തിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു മനസ്സാന്തര അനുഭവം ഉണ്ടാവുകയാണ്. ആ മനസ്സാന്തരത്തിലേക്ക് അവനെ നയിച്ചതായ ആ പടവുകൾ അല്പസമയം ഈ വേദഭാഗത്തോട് ചേർന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരു വ്യക്തിയുടെ കുമ്പസാരം, വേദപുസ്തകത്തിൽ ക്രിസ്തുവിന്റെ അടുക്കൽ നടത്തുന്നതായ ഒരു കുമ്പസാരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമുക്കേവർക്കും സുപരിചിതനായ സക്കായിയുടെ മാനസാന്തരമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ സുറിയാനി സഭയുടെ ഭവന ശുദ്ധീകരണ ശുശ്രൂഷയുടെ എവങ്കിലുൻ ഭാഗമാണ്. കാരണം ഭവനം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഭവനാംഗങ്ങളുടെ ശുദ്ധീകരണം അവിടെ നടക്കുകയാണ്. ആ ഭവനാംഗങ്ങളുടെ ഒരു മാനസാന്തരം, വിശുദ്ധീകരണം അതിലൂടെ നടക്കണം എന്ന് പിതാക്കന്മാർ ആഗ്രഹിച്ചതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സക്കായി എന്ന മനുഷ്യന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയോട് ഇടപെട്ടപ്പോൾ ആ വ്യക്തിക്കും ആ കുടുംബത്തിനും ഉണ്ടായ രക്ഷയുടെ അനുഭവത്തെയാണ് ഈ ഭവന ശുദ്ധീകരണ ശുശ്രൂഷയുടെ ഏവൻഗേലിയോനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഈ സക്കായി എന്ന വ്യക്തിയെ, ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായതായ മാറ്റം, മാനസാന്തരം എന്ത്, എങ്ങനെ എന്ന് അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ സക്കായിക്കുണ്ടായതായ ഒരു മാനസാന്തരത്തിന്റെ തലങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് ധ്യാനിച്ച് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഒരു യഥാർത്ഥ മാനസാന്തര അനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. സക്കായി എന്ന വാക്കിൻ്റെ എബ്രായ പദത്തിൻ്റെ അർത്ഥം ക്ലീൻ അല്ലെങ്കിൽ ഇന്നസെന്റ് എന്നാണ്. എന്നാൽ നമുക്കറിയാം ആ അർത്ഥത്തിന് യോഗ്യമായ ഒരു ജീവിതക്രമമായിരുന്നില്ല ആ മനുഷ്യൻ നയിച്ചിരുന്നു. കാരണം സക്കായിയെക്കുറിച്ച് പറയുന്നുണ്ട്, സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ഒരു വെറും ടാക്സ് കളക്ടർ അല്ല, ചീഫ് ടാക്സ് കളക്ടറായിരുന്നു. അപ്പം ആ കാലത്ത്
ചുങ്കക്കാരി പ്രമാണിമാരെയൊക്കെ പാപികളെന്ന് കണ്ടിരുന്നു. ചുങ്കം പിരിക്കുന്നത് പാപമല്ല. ഭരണാധിപന് വേണ്ടി കരം പിരിക്കുന്നത് ഒരിക്കലും പാപമല്ല. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ചുങ്കക്കാർക്കും അവരുടെ പ്രമാണിമാർക്കും രാജാവിൽ ലഭിക്കുന്നതായ അധികാരങ്ങളെ അവർ ദുർവിനിയോഗം ചെയ്തിരുന്നു. ആ ദുർവിനിയോഗം ചെയ്ത് ജനങ്ങളെ ചൂഷണം ചെയ്തവരാണവർ. ഇവിടെ സക്കായിയെക്കുറിച്ച് പറയുന്നത് വിജാതീയ റോമ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിച്ച ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. തൻ്റെ സഹോദരങ്ങളായ മറ്റ് യഹൂദന്മാരെ രാജാവിൽ ലഭിച്ചതായ അധികാരം ദുർവിനിയോഗം ചെയ്ത് ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കണ്ടുകെട്ടേണ്ടതായ കരത്തിൻ്റെ എത്രയോ മടങ്ങ് സ്വരൂപിച്ച് ധനവാനായ ഒരു മനുഷ്യൻ. അവൻ ചെയ്ത ജോലിയല്ല അവനെ പാപിയാക്കിയത്, മറിച്ച് അവൻ ആ ജോലി ചെയ്ത മാർഗമാണ് അവനെ പാപിയാക്കിയത്. തൊഴിലല്ല അതിൽ പാപം, അത് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ മാർഗമാണ് ഒരുവനെ പാപിയാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണ് കർത്താവിനെ കാണുന്നത്. നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. അപ്പോൾ ജെരീക്കോ എന്ന് പറയുന്നത് ശാപത്തിന്റെ നഗരമാണ്. അതുവഴി ക്രിസ്തു കടന്നു പോവുകയാണ്. ക്രിസ്തു പ്രവേശിക്കുന്ന വഴി അവിടുത്തെ ശാപം നീക്കപ്പെടുകയാണ്. നശിക്കപ്പെട്ടതായ പർദീസായിൽ ദൈവം നടക്കാൻ ഇറങ്ങിയപ്പോൾ ശാപം മാറിയതുപോലെ ജെരീക്കോ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ കർത്താവ് ഈ വഴി കടന്നു പോകുന്നതായ സമയത്ത് ഇവിടെ പറയുകയാണ്, ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നു, അവനിൽ മാനസാന്തരം ഉണ്ടായ ഒന്നാമത്തെ ഘടകം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ധനവാനുമായ സക്കായി എന്ന പേരുള്ള പുരുഷൻ യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. ഒന്നാമതായിട്ട് മാനസാന്തരത്തിലേക്ക് ഇവനെ നയിച്ച ഘടകം ദൈവത്തെ അന്വേഷിച്ച പാപിയായ ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, സക്കായിൽ നമ്മൾ കാണുന്നതായ ഒരു അനുഭവമാണ് ദൈവത്തെ അന്വേഷിച്ച പാപിയായ മനുഷ്യൻ. ഒരു ദൈവാന്വേഷണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ പറയുന്നു, യേശു എങ്ങനെ ഉള്ളവൻ എന്ന് കാണുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ കുറിച്ച് അവൻ കേട്ടിരിക്കാം. യഹൂദനായതുകൊണ്ട് അവൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുകയാണ്, യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ യേശുവിനെ കാണുവാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുവാൻ നമുക്കുണ്ടാകേണ്ടതായ ഒന്നാമത്തെ ഒരു ധ്യാനം എന്ന് പറയുന്നത്, സക്കായിൽ ഉണ്ടായതായ യഥാർത്ഥ ഒരു ദൈവാന്വേഷണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ ദൈവത്തിന്റെ സ്വഭാവം നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, സക്കായി ദൈവത്തെ അന്വേഷിച്ചിറങ്ങുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? മനുഷ്യനെ സ്നേഹിച്ച് അവരെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ മുഴുവനും പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെയും നമ്മൾ കാണുന്നത്. അതായത് മനുഷ്യരെ സ്നേഹിച്ച് അവരെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ മനുഷ്യനെ തേടി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുമ്പോൾ ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ സക്കായി നമ്മൾ ഒന്നാമത് കാണുകയാണ്. കാരണം ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയോട് പറയുന്നുണ്ട്, എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, ഊഴിയ വിചാരകന്മാർ മുഖാന്തരമുള്ള അവരുടെ കഷ്ടതയും ഞാൻ കണ്ടു.
തൻ്റെ സൃഷ്ടിയുടെ വേദന തിരിച്ചറിഞ്ഞ് അവരുടെ ആ കഷ്ടതകളെ മനസ്സിലാക്കി അവരോടൊപ്പം താതാത്മ്യം പ്രാപിച്ച ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുന്നുണ്ട്. സൃഷ്ടിയുടെ ആദിയിൽ ഏദനിൽ പറുദീസായിൽ തൻ്റെ സൃഷ്ടിയോടൊപ്പം അവരെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനത്തെ വിടുവിച്ചത് എന്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിച്ചതുകൊണ്ടും അത്ര യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്. നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ നന്മ കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഉണ്മ കൊണ്ടാണെന്നുള്ളതായ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. എവിടെയൊക്കെയും പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം, മനുഷ്യനെ, തൻ്റെ സൃഷ്ടിയെ തേടി വരുന്ന ദൈവം, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. സ്വർഗം ചായിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു പൂർണ്ണ മനുഷ്യനായി തീർന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്, നമ്മയൊക്കെയും വീണ്ടെടുക്കുവാനായി. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, അതാണ് ക്രൂശിൽ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ ഭാവം, അവിടെ വെളിപ്പെടുന്നതായ സ്നേഹം, അഗാപ്പെ, നിബന്ധനയില്ലാത്ത അനന്തമായ സ്വയം ത്യാഗമായി മാറിയ ആ വലിയൊരു സ്നേഹം. ഈ സ്നേഹമാണ് ദൈവത്തിൻ്റെ ഭാവം. ആ ദൈവ സ്വഭാവത്തെ നമ്മൾ കാണുമ്പോൾ, മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യുന്നതായ ദൈവത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഒരു പാപിയായ മനുഷ്യൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, സത്യമാനസാന്തരത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരേണ്ടതിന് ഒന്നാമതായി നമ്മിൽ ഉണ്ടാകേണ്ടതായ ഭാവം, സത്യ അന്വേഷികളായി അനുദിനം മാറുവാൻ നമുക്ക് കഴിയണം. ഓരോ നിമിഷവും മാറുവാൻ നമുക്ക് കഴിയണം. സത്യ അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, പുതിയൊരു സത്യത്തെ തേടാനല്ല, മറിച്ച് നാം മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ടവർ, ഇന്ന് കൗദാശിക ജീവിതത്തിലൂടെ രക്ഷയുടെ അനുഭവത്തിൽ വളരേണ്ടവരാണ്. ആ മാമോദീസായിലൂടെ രക്ഷിക്കപ്പെട്ട അബ്ബാ പിതാവ് എന്നുള്ള പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് കടന്നു വന്ന ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ പ്രവൃത്തി ദോഷം മൂലം ഈ ദൈവാനുഭവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ട തേജസ്സിലേക്കുള്ള ഒരു മടങ്ങിവരവാണ് ഈ സത്യാന്വേഷണം എന്നുള്ളതിൽ മനസ്സിലാക്കേണ്ടത്. അതിനേറ്റവും ഉദാത്തമായ ഉപമയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ ധൂർത്തുപുത്രന്റെ ഉപമയാണ്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 12 മുതലുള്ള വേദഭാഗത്ത് നമുക്കറിയാം, ഒരു പിതാവിന് 2 മക്കളുണ്ടെന്ന് പറഞ്ഞ കർത്താവ് നല്ലൊരു ഉപമ പഠിപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ഉദാത്തം മാതൃകയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ്. ആ ഉപമയിൽ 2-ാമത്തെ മകൻ പിതാവിൻ്റെ സ്വത്തിന് അവകാശി, എല്ലാത്തിൻ്റെയും അവകാശി, എല്ലാം പിതാവിൻ്റെ തേജസ്സുള്ളവൻ, സ്വരൂപത്തിൽ ജീവിച്ചവൻ, എല്ലാ സ്വത്തിനും പൂർണ്ണ അവകാശമുണ്ടായിരുന്ന മകൻ അവൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നപ്പോൾ, സ്വാർത്ഥത അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ പിതാവിൽ അവൻ ഓഹരി വാങ്ങുകയാണ്. ഓഹരി വാങ്ങിയപ്പോൾ തന്നെ അവൻ്റെ അവകാശം പകുതിയായി കുറഞ്ഞു. അവൻ്റെ അഹങ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്രവൃത്തിയിലേക്ക് അവൻ വരുന്നത്. അവിടെ നിന്ന് അവൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ സ്വന്തം ഭവനത്തിൽ നിന്ന് ദൂരെ പോകുകയാണ്. ആ ദൂരെ പോയതായ അനുഭവം എന്ന് പറയാൻ നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൽ നിന്നുള്ളതായ ഒരു ബന്ധത്തിന്റെ വിച്ഛേദനം ആണ് അവിടെ കർത്താവ് ആ ഉപമയിലൂടെ കാണിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതായ അവന്റെ വാസം ദുർനടപ്പുകാരുടെ കൂടെ ആയിത്തീർന്നു. അപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് പിതാവിന്റെ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ തേജസ് വീണ്ടും അവനെ കൊണ്ടെത്തിക്കുന്നത് പിതാവിന്റെ മുഴുവനും അവകാശം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. സകലതും അവൻ നഷ്ടപ്പെട്ടു, സകലതും അവൻ ധൂർത്തടിച്ചു കളയുകയാണ്.
ശൂന്യതയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അവൻ ദേശത്തിലെ പൗരന്മാരെ ആശ്രയിച്ചു. പാപം ഒരു മനുഷ്യനെ അടിമത്വത്തിലേക്ക് നയിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് നികൃഷ്ടമായ അവസ്ഥയിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. അതാണ് അവിടെ പറയുന്നത്. പന്നിയെ മേയ്ക്കുന്ന ജോലിയിൽ അവൻ ഏർപ്പെടുകയാണ്. അതിനേക്കാട്ടിലും സങ്കടകരമായ കാര്യം, അവൻ്റെ ജീവിതത്തിൽ പന്നിക്കുള്ളതായ ഭക്ഷണം പോലും നിഷേധിക്കുകയാണ് ഉണ്ടാകുന്നത്. ആ വിശപ്പിൽ അവനൊരു തിരിച്ചറിവുണ്ടാകും. അവൻ എങ്ങോട്ടാ നോക്കിയത്? അവൻ വിട്ടുപോകുന്ന അവൻ്റെ സ്വന്തം ഭവനത്തിലേക്ക്, അവൻ്റെ സ്വന്തം അപ്പൻ്റെ ഭവനത്തെ അവൻ അപ്പോൾ കാണുകയാണ്. അവിടെയാണ് അവൻ്റെ തിരിച്ചറിവ്. നികൃഷ്ടതയിലേക്ക് മാറ്റപ്പെട്ടതായ മനുഷ്യൻ, അവന് തിരിച്ചറിവുണ്ടാകുകയാണ്. അവൻ പശ്ചാത്തപിക്കുകയാണ്. അവൻ മനസ്സിലാക്കി, ഞാൻ നഷ്ടപ്പെടുത്തിയതായ, വിട്ടുപോകുന്നതായ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ബാല്യക്കാർ ഭക്ഷിച്ച് എത്രയോ കഷ്ണം അല്ലെങ്കിൽ ആഹാരം ശേഷിപ്പിക്കുന്നു. പന്നിക്കുള്ള ഭക്ഷണം പോലും എനിക്ക് നിഷേധിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു സുറിയാനി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സത്യാന്വേഷണം എന്ന് പറയുന്നത്. പാപം നമ്മെ നമ്മുടെ പിതാവിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ, മാനസാന്തര അനുഭവത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തിയതായ സ്വന്തം ഭവനത്തെ നമ്മൾ കണ്ടെത്തണം. അതിനെ നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് മടങ്ങി വരണം. ഈ ധൂർത്തപുത്രൻ തന്റെ വിശപ്പിൽ നിന്നുകൊണ്ട് കണ്ടത് അയൽവക്കമല്ല, മറ്റൊരാളുടെ വീടല്ല, അവൻ ഇറങ്ങിപ്പോന്ന അവൻ്റെ സ്വന്തം ഭവനം. പ്രിയമുള്ളവർ, ഇതാണ് സത്യാന്വേഷണം. അനുദിനം ഞാൻ കണ്ടെത്തേണ്ടത്, അന്വേഷിക്കേണ്ടത് എനിക്ക് ലഭിച്ചതായ തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു തിരിച്ചറിവാണ്. അതിനെ കണ്ടുകൊണ്ട് അതിൽ വളരുന്നതാണ് ഒരു സുറിയാനി ക്രിസ്ത്യാനിയുടെ സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തെ തേടിയിറങ്ങിയ ഒരു മനുഷ്യനെ സക്കായിൽ കാണുകയാണെങ്കിൽ, ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഒരു ശരിയായ പശ്ചാത്താപം, മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ, അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ഇന്ന് നാം നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് എവിടെയാണ്? ഉള്ളിലാണോ? പുറത്താണോ? അകലെയാണോ? എവിടെയാണെന്ന് ഒന്നാമത് തിരിച്ചറിയണം. ആ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തേജസ്സിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒന്നാമത്തേത്, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു പാപിയെ സക്കായിൽ കാണുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇതേപോലെ സത്യ അന്വേഷികളായി മാറുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനോഹരമായ സംഭവമാണ് ഇവിടെ നടക്കുന്നത് സക്കായുടെ ജീവിതത്തിൽ. അവിടെ പറയുകയാണ്, വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം ക്രിസ്തുവിനെ അവന് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സക്കായി കർത്താവിനെ കാണുവാൻ ശ്രമിക്കുകയാണ്. ആളിൽ കുറുകിയവനാണെന്നൊക്കെ പറയുന്നു. വലിയ പുരുഷാരമൊക്കെ ഉണ്ട്. കർത്താവിനെ ഒന്ന് കാണണം. അവൻ എന്ത് ചെയ്തു? ഒരു കാട്ടത്തിയിൽ കയറി കർത്താവിനെ കാണുകയാണ്. കർത്താവ് മേലോട്ട് നോക്കി ഇവനെ കണ്ടു. ഇവനെ കണ്ടാറെ അവനോട് പറയുകയാണ്, സക്കായിയെ നീ താഴേക്ക് ഇറങ്ങി. അവിടെ പറയാൻ ബന്ധപ്പെട്ട താഴേക്ക് ഇറങ്ങി വന്നു, അവനെ കൈക്കൊണ്ടുവന്നു. ഒരു മനോഹരമായ ഒരു ഇമേജറിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം സക്കായി പറയുന്നു, ശരിയാണ്, അവൻ ആളിൽ കുറിയവനാണ്. എന്നാലും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒന്ന് ചാടിയാൽ കർത്താവിനെയൊക്കെ അവന് കാണാമായിരുന്നു, വെറുതെ ഒന്ന് കണ്ടാൽ മതിയെങ്കിൽ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നതായ യഹൂദന്മാര്, തൻ്റെ സഹോദരങ്ങൾ, ഈ ജനത്തെയാണ് ഈ സക്കായി ചൂഷണം ചെയ്തിരുന്നത്. ഈ നാളുകൾ താൻ ചൂഷണത്തിന് വിധേയരാക്കിയതായ സമൂഹത്തിന്റെ മധ്യത്തിൽ ഇവരിൽ ഒരാളായി നിന്നുകൊണ്ട് സക്കായി യേശുവിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യമാണ്. അതിനവൻ്റെ മനസാക്ഷി അവനെ സമ്മതിക്കുന്നില്ല. യേശുവിനെ ഒന്ന് കാണണം.
എന്തൊക്കെയോ അവനിൽ നിന്ന് നേടാൻ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. ഒരു മാനസാന്തരത്തിന്റെ വാഞ്ചയുണ്ടായിരുന്നവനാണ്. വെറുതെ കാഴ്ചക്കാരനല്ലായിരുന്നവൻ. പിന്നീട് നമുക്കത് മനസ്സിലാവും. എന്നാൽ ഒരു പ്രമാണി കർത്താവിന്റെ അടുക്കൽ വന്ന്, ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പ്രമാണി കർത്താവിന്റെ അടുക്കൽ വരുന്നുണ്ട്. അവൻ അധികം ധനവാനായതുകൊണ്ട് കർത്താവ് പറഞ്ഞതായ കാര്യം അനുസരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ മടങ്ങിപ്പോവുകയാണ്. എന്നാൽ അങ്ങനത്തെ ഒരു വരവായില്ല, അങ്ങനെ ഒരു കാഴ്ചയല്ല സക്കായിൽ നമ്മൾ കാണുന്നു. സക്കായിക്ക് കർത്താവിനെ കണ്ടെത്തണം. എന്നാൽ അവന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഈ ജനത്തിന്റെ ഒപ്പം നിന്ന് കർത്താവിനെ ഒന്ന് കാണാൻ. അതുകൊണ്ട് അവൻ ആളിൽ കുറിയവനാണെങ്കിൽ പോലും അവന്റെ കാഴ്ചയിൽ അവനൊരു മറവ് പറ്റുകയാണ്. അതായത് അത്തിയുടെ ഇലയുടെ മറവിൽ ക്രിസ്തുവിനെ കാണാൻ അവൻ ശ്രമിക്കുന്നു. ആ അത്തിയുടെ ഇലയുടെ മറവ് അവന്റെ ജാള്യതയെ മറയ്ക്കാനുള്ളതായ ഒരു ശ്രമമാണ്. കാരണം കർത്താവിന്റെ ചുറ്റുമുള്ളതായ ഈ ജനസമൂഹം, ആ ജനസമൂഹത്തെയാണ് സക്കായി ഈ നാളുകളിലൊക്കെയും ചൂഷണത്തിന് വിധേയരാക്കിയത്. പ്രിയമുള്ളവരെ, നമ്മളിവിടെ കാണേണ്ടതായ ഒരു കാര്യം, കർത്താവ് അവനോട് പറയുന്നതായ ഒരു ആവശ്യം, നീ താഴേക്ക് ഇറങ്ങി വാ. ഞാൻ അവിടെ കാണുവാൻ ശ്രമിക്കുന്നത്, കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നീ താഴേക്ക് ഇറങ്ങി വന്ന് ഇവരിൽ ഒരുവനായി നിന്നുകൊണ്ട് നീ എന്നെ കാണും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചലഞ്ചാണിത്. ഇലയുടെ മറവിൽ തൻ്റെ ജീവിതത്തിൻ്റെ ജാള്യതകളെയും പാപങ്ങളെയും ഒക്കെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ക്രിസ്തുവിനെ കാണാൻ ശ്രമിച്ച സക്കായിയെ കർത്താവ് കണ്ടാറെ അവനോട് പറയുക, നീ താഴേക്ക് ഇറങ്ങി വാ. എന്നിട്ടാ ഞാൻ പറയുന്നത്, ക്രിസ്തു ആ ഇറങ്ങി വരുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥം, നീ ഇവരിൽ ഒരുവനായി നിന്നുകൊണ്ട് എന്നെ നീ കാണും. പ്രിയമുള്ളവർ, ഇതാണ് സക്കായുടെ ജീവിതത്തിലെ മാനസാന്തരത്തിൻ്റെ അടുത്ത പടവ്. ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഗുണപരമായ മാറ്റം, എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് എന്തായിരുന്നു? ഫ്രം ഐസൊലേഷൻ ടു ഇൻറ്റഗ്രേഷൻ. ഏകാന്തതയിൽ നിന്ന് കൂട്ടായ്മയിലേക്ക്. ഇന്ന് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പലരിൽ നിന്നും നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്തൊക്കെ ജീവിക്കേണ്ട നാളുകളിലൂടെ പോവുകയാണ്. അതായത് ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നാൽ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നതായ ഒരു വൈറസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഐസൊലേഷനാണ്. ഇന്ന് പലരും കൂട്ടായ്മ ബന്ധങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് ഇന്ന് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, നീ ഏകാന്തതയിൽ നിന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. നീ ഇത്രയും നാളും ആരെയാണോ ചൂഷണം ചെയ്തത്, ആ ജനത്തിന്റെ മധ്യത്തിൽ നീ നിവർന്നു നിൽക്കണം. അത് നിൽക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് യഥാർത്ഥമായിട്ടും എന്നെ കൈക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് അവനെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അവന്റെ കുറവുകളെ പരസ്യമായി വിളിച്ചു പറയുക ഒന്നും ചെയ്യുന്നില്ല. നീ താഴേക്ക് ഇറങ്ങി വാ. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നെന്നാ പറയുന്നത്. ഒരു മരത്തിൽ നിന്ന് ഇറങ്ങാൻ അത്രയും പാടുപെടേണ്ട കാര്യമില്ല. പക്ഷെ ആ ഇറങ്ങി വരിക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഈ പ്രയാസമുള്ള കാര്യം ചെയ്യുവാൻ നമുക്കൊക്കെ കഴിയാത്തൊരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഈ അത്തിയുടെ മറവിൽ ഒളിച്ചു നിന്നുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ആളുകളായി നമ്മളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭവനത്തിൽ പങ്കാളിയുടെ കൂടെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മക്കളോടൊപ്പം ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോടോ സഹോദരങ്ങളുടെയോ ഇൻലോസിൻ്റെയോ ഒപ്പം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ ഇന്ന് പലർക്കും കഴിയില്ല. അതുകൊണ്ട് ഓരോ ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ദൂരെ എവിടെയോ ആരും അറിയാത്ത ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും, എനിക്ക് അവിടെ പോയാൽ നല്ല സന്തോഷമാണ്. വീട്ടിൽ വന്നാൽ സന്തോഷമില്ല. കാരണം
ആ നടത്തുന്ന പല പ്രാർത്ഥനകളും ഓർക്കുക. സക്കായിയെ പോലെ അത്തിമരത്തിന്റെ ഇലയുടെ മറവിൽ ജാള്യതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ തിരിച്ചറിയണം. സ്വന്തം ഇടവക പള്ളിയിൽ അറിയാവുന്ന സഹോദരങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും ദേശനിവാസികളുടെ നടുവിൽ നിന്നുകൊണ്ട് മനസ്സ് തുറന്ന് ഉറക്കെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ പലർക്കും ഇന്ന് ജാള്യത കൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ദൂരെ എവിടെയൊക്കെയോ പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടുകയാണ്. അതിൻ്റെ കാരണം ആ ഭവനത്തിലോ സ്വന്തം ആലയത്തിലോ സഹോദരങ്ങൾ അറിയാവുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവണ്ണമുള്ള കുറവുകളുള്ള അവസ്ഥകളാണ് ഇന്ന് ജീവിതത്തിൽ പലപ്പോഴും ദൂരേക്ക് പോകുന്നത്. ഇതൊരു ഒളിച്ചോട്ടമാണ്. അത്തിയുടെ ഇലയുടെ മറവിൽ ദൈവത്തെ കാണാൻ ശ്രമിക്കുന്നത് ആധ്യാത്മിക മേഖലയിലുള്ള ഒളിച്ചോട്ടങ്ങളാണ്. സക്കായുടെ ജീവിതത്തിൽ സക്കായ പ്രകാരം പ്രവർത്തിക്കുമ്പോൾ കർത്താവ് അവനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴാണ് അവിടെ പറയുന്നത് ബന്ധപ്പെട്ട താഴേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു മാറ്റം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനായ ദൈവം ഈ സക്കായെ പേർ ചൊല്ലി വിളിക്കുന്നതായ സമയത്ത് താഴേക്ക് ഇറങ്ങി വന്ന അവരിൽ ഒരുവനായി നിന്നുകൊണ്ട് ഈ ദൈവത്തെ കണ്ടെത്തുവാൻ എന്ന് പറയുന്നത് അവന് ബന്ധപ്പെട്ടതായ ഒരു കാര്യമായിരുന്നു. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഇടയിലെ കൂട്ടായ്മകൾ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് കാണുവാൻ കഴിയും. കൂട്ടായ്മകൾ ശക്തമാക്കേണ്ടതായ കാലമാണ്. കുടുംബത്തിലെ കൂട്ടായ്മകൾ ബലപ്പെടണം. ഇടവക തലത്തിലുള്ളതായ കൂട്ടായ്മകൾ ബലപ്പെടണം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട് അറിയാവുന്ന സഹോദരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നീതിയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ സത്യ ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ സാക്ഷ്യങ്ങളായി മാറണം. ആരാധിക്കുന്ന സമൂഹം സാക്ഷിക്കുന്ന സമൂഹമാണ്. സാക്ഷിക്കുന്ന സമൂഹത്തിന് മാത്രമേ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. എ വിറ്റ്നസിംഗ് കമ്മ്യൂണിറ്റി ഈസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ഈസ് എ വിറ്റ്നസിംഗ് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യവും നമ്മുടെ ആരാധനയും ഒരുപോലെ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയണം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നുണ്ട്, 4-ാം അധ്യായം 7 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, പങ്കിടലിലൂടെ വളരുന്ന കൂട്ടായ്മ ഒരുവനേക്കാൾ 2 ഏറെ നല്ലത്. ഇന്ന് ഏകാന്തത പലർക്കും സുഖകരമെങ്കിലും അത് സമൂഹത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഇവിടെ പരസ്പര ബന്ധിതമായ കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ട് വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പങ്കിടൽ അനിവാര്യമാണെന്നുള്ളതായി തിരിച്ചറിയണം. പങ്കിടലിലൂടെ വളരുന്ന കൂട്ടായ്മയും ഐക്യദാർഢ്യവും ഇന്നിൻ്റെ ആവശ്യകതയാണ്. അതുകൊണ്ട് മനസാന്തര അനുഭവത്തിലേക്ക് സക്കായി കടന്നു വരുവാൻ കർത്താവ് സക്കായിയോട് പറയാണ്, ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നീ കടന്നു വരണം. അതുകൊണ്ട് അത്തിയുടെ ഇലയുടെ മറവിൽ നിന്ന് നിന്റെ ജാള്യതകളെയൊക്കെ മാറ്റി ഈ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാനുള്ളതായ വലിയൊരു ആഹ്വാനം. പ്രിയമുള്ളവരെ, ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് നാം കടന്നു വരുവാൻ, ഒരു സത്യകുംഭസാരത്തിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ട മേഖലകളെ തിരിച്ചറിഞ്ഞ് മാറ്റത്തിൻ്റെ മാറ്റൊലി നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങുവാൻ ഇടയാകണം. ജീവിതത്തിൽ ഗുണപരമായി ഉണ്ടാകേണ്ടതായ മാറ്റം 2ാമത്തെ തലമാണ്. 3ാമത് ഈ സക്കായുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സമ്പൂർണമായ ഒരു സമർപ്പണം.
പൂർണ്ണമായ ഒരു സമർപ്പണത്തിലേക്ക് സക്കായി കടന്നു വരികയാണ്. കർത്താവ് സക്കായിയോട് പറയുന്നു, എനിക്കിന്ന് നിന്റെ വീട്ടിൽ പാർക്കണം. കർത്താവ് സക്കായിയുടെ കൂടെ പോവുകയാണ്. ഞാനതിനെ വളരെ ഭംഗിയായിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് സക്കായി കർത്താവിനെ അവൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഭവന ശുദ്ധീകരണ ശുശ്രൂഷയെ സംഭവിക്കേണ്ടത്. വീടിൻ്റെ പരിസരങ്ങളും അകവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ. കുടുംബാംഗങ്ങൾ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കണം. സ്വന്തം ഇടവകയിൽ നിന്ന് വരുന്നതായ പുരോഹിതനോട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പങ്കുവെക്കുവാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വളരണം. നമ്മെ അറിയാത്ത ഇവിടെയുള്ള ഇടങ്ങളിൽ പോയല്ല പ്രയാസങ്ങൾ പങ്കുവെക്കേണ്ടത്. നമ്മെ അറിയാവുന്ന, നമ്മെ ഓർത്ത് നമുക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടപ്പെട്ട് നിയോഗിച്ചിരിക്കുന്നതായ ആ സ്വന്തം ഇടവകയിലെ പുരോഹിതന്റെ അടുക്കൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. നമ്മുടെ സ്വന്തം ഇടവകയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ധ്യാന കേന്ദ്രങ്ങൾ. സ്വന്തം ഇടവകയെ തന്നെ ഒരു നല്ല ധ്യാന കേന്ദ്രമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഒരു ആത്മാർത്ഥ പ്രാർത്ഥന മറ്റൊരിടത്തും കിട്ടുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് സ്വന്തം ഇടങ്ങളിലെ ആ അനുഭവത്തെ കണ്ടെത്തുവാൻ നമുക്കിടയാകണം. ഇവിടെ സക്കായിയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ക്രിസ്തുവിനെ ജീവിതത്തിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് കൊണ്ടുപോയി കാണും. അല്ലാതെ പുറംമൂടിയിൽ നിന്നുകൊണ്ട് കർത്താവിനെ സന്തോഷിപ്പിച്ചു വിടുവാനല്ല സക്കായി ശ്രമിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് സക്കായും ക്രിസ്തുവുമായിട്ട് നല്ലൊരു ചർച്ചയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ട്. സക്കായിയുടെ ജീവിതത്തിന്റെ കുറവുകൾ അവൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ആ ധൂർത്തപുത്രൻ പിതാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. അവൻ്റെ തിരിച്ചറിവാണ്. അതേപോലെ തന്നെ സക്കായിക്കും ജീവിതത്തിന്റെ ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സമ്പൂർണമായ ഒരു സമർപ്പണം. അനന്യ സഫീറ ദമ്പതിമാരുടെ ആ ഭാഗികമായ സമർപ്പണമല്ല. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതന്റെ അടുക്കൽ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം. ആ ഒരു സമർപ്പണം സക്കായുടെ ജീവിതത്തിലും ഉണ്ടാകുകയാണ്. സക്കായി അവൻ്റെ ജീവിതത്തിൻ്റെ കുറവ് അവൻ മനസ്സിലാക്കി. രണ്ട് കാര്യങ്ങൾ അവിടെ ഏറ്റു പറയുക. കർത്താവേ, ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുള്ളത് 4 ഇരട്ടി മടക്കി കൊടുക്കാം. എനിക്കുള്ളതിൽ പകുതി, എൻ്റെ സമ്പത്തിൽ, എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. അവൻ്റെ ജീവിതത്തിലെ 2 പാപങ്ങൾ അവൻ ഏറ്റുപറയുക. ഒന്ന്, ഈ നാൾ മുഴുവൻ അവൻ ധനവാനായി ജീവിക്കുകയും അവൻ്റെ ധനം കൂടി വരികയല്ലാതെ ആർക്കും ഒരു നന്മയും പ്രവർത്തിക്കുവാൻ അവന് കഴിഞ്ഞിട്ടില്ല. ആരെയും സഹായിക്കുവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അതവൻ്റെ ജീവിതത്തിൻ്റെ കുറവായിട്ട് അവൻ തിരിച്ചറിയുകയാണ്. അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചൊരു സാക്ഷ്യം, നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച വചനം. ഞാൻ നിങ്ങൾ ഇപ്രകാരമുള്ള വചനങ്ങളായി മാറണം. സക്കായി തിരിച്ചറിയുകയാണ്, ഈ നാളുകളിൽ താൻ ചെയ്യേണ്ട നന്മ പ്രവർത്തികൾ ചെയ്യാൻ കഴിയാത്തത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പറയുന്നു, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാം. നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ എന്ത് നന്മകൾ നമ്മൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. ഞാൻ ഓർപ്പിച്ചു ആമുഖത്തിൽ, നോമ്പിന്റെ പ്രസക്തി എന്ന് പറയുന്നത് വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ദരിദ്രനെ പോഷിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30 മുതൽ വായിക്കുമ്പോൾ, ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് വലതുഭാഗം ഇടതുഭാഗം തമ്മിൽ വേർതിരിച്ച് വലതുഭാഗത്തുള്ളവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നുള്ള ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങണമെങ്കിൽ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ നിന്നുകൊണ്ട് പങ്കുവെക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. സക്കായുടെ ജീവിതത്തിലെ മാനസാന്തരം, ഈ നാളുകളിൽ കൊടുക്കാൻ കഴിയാഞ്ഞ കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാഞ്ഞ നന്മകൾ അവൻ ചെയ്യുവാൻ തയ്യാറായി. 2, അവൻ ചതിവായി മറ്റുള്ളവരെ ചൂഷണം ചെയ്തു. അവൻ ഏറ്റുപറയാണ്, കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് തിരികെ കൊടുക്കും. പ്രിയമുള്ളവർ, ഇതാണ് കുമ്പസാരം. ഒരു ഏറ്റുപറച്ചിൽ, തിരിച്ചറിവ്, സമർപ്പണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതായ സമയത്ത് പട്ടക്കാരൻ്റെ പ്രഖ്യാപനമുണ്ട്.
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ശരീരരക്തങ്ങളാണ് തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി വിശ്വാസികൾക്ക് നൽകപ്പെടും. കടങ്ങളുടെ പരിഹാരം, പാപങ്ങളുടെ മോചനം. എന്താണ് ഈ കടം? ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നതാണ് കടം. സക്കായി ഏറ്റു പറഞ്ഞത്, ഞാൻ എൻ്റെ സമ്പത്തിൽ പകുതി കൊടുത്താൽ ഇത്രയും നാളും ചെയ്തില്ല. 2 പാപങ്ങളുടെ മോചനം. 3 നിത്യജീവൻ. അവിടെയാണ് ക്രിസ്തു പറയുന്നത് സക്കായിയോട്, ഇവൻ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ട്. ഇവന്റെ പ്രവൃത്തി ദോഷം മൂലം ആ ഭവനവും രക്ഷയിൽ നിന്ന് അകറ്റപ്പെട്ടതായ അവസ്ഥ എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവന്റെ ഭവനവും രക്ഷയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരികയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ നോമ്പിന്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സത്യകുംഭസാരം നമുക്കും ഉണ്ടാകണം. ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. പാപത്തിന്റെ തലങ്ങളെ ഒന്ന് കണ്ടെത്തുവാൻ നമുക്ക് ഇടയായിത്തീരണം. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ കാണുന്നുണ്ട്. ദുർമോഹം ഗർഭം ധരിച്ച പാപത്തെ പ്രസവിക്കും. ദുരാസക്തിയാണ് പാപം. ആ ദുരാസക്തി നമ്മളെ ചിന്തയിലേക്ക് നയിക്കും. ചിന്തകൾ തീരുമാനങ്ങൾ എടുപ്പിക്കും. തീരുമാനം പ്രവൃത്തിയിലേക്ക് നയിക്കും. ഒരു സത്യകുംഭസാരം നടത്തുന്ന ഒരു വ്യക്തി അവന്റെ പ്രവൃത്തിയുടെ തലങ്ങളെ അല്ല അനലൈസ് ചെയ്യേണ്ടത്, മറിച്ച് ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന അവന്റെ ദുരാസക്തിയെ കണ്ടെത്തണം. അതാണ് ഏദനിലെ പാപം. നമുക്കറിയാം, ആ വൃക്ഷഫലം തിന്നാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതെന്ന് സ്ത്രീ കണ്ടു. അതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ വീഴ്ച. ആ ദുരാസക്തി ചിന്തയിലേക്കും, ചിന്തകൾ തീരുമാനങ്ങളിലേക്കും, തീരുമാനം പ്രവൃത്തിയിലേക്കും നയിക്കും. നമ്മുടെ ജീവിതത്തിലും ഒരു ഏറ്റുപറച്ചിൽ നമുക്കുണ്ടാകുവാൻ വേണ്ടി സക്കായുടെ ജീവിതത്തിലെ മാനസാന്തര അനുഭവം, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിനെന്ന് ക്രിസ്തു പ്രഘോഷിച്ചുവെങ്കിൽ ആ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നതായ സക്കായുടെ ജീവിതത്തിന്റെ തലങ്ങൾ നമ്മൾ കണ്ടു. 1, ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഒരു പാപിയായ മനുഷ്യൻ. 2, അവൻ ദൈവത്തെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ ഗുണപരമായ മാറ്റം. 3, അവന്റെ ജീവിതത്തിലെ സമർപ്പണം. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ഇപ്രകാരമുള്ളതായ ഒരു തിരിച്ചറിവ് നമുക്കുമുണ്ടായി ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവാധിപതിയും സർവശക്തനും നമ്മെ പരിപാലിക്കുന്നതിനുമായ പിതാവേ, ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ പീഠാനുഭവ വാരങ്ങളിൽ ഞങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്തി നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് മടങ്ങി വന്ന് പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, അവിടുത്തെ പീഠാനുഭവത്തെ ധ്യാനിപ്പാൻ, അതിൽ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങളെ തിരിച്ചറിയുവാൻ, അതിലൂടെ ഉദ്ധാനത്തിൻ്റെ പ്രഘോഷകരായി തീരുവാൻ ഞങ്ങളെയൊക്കെയും അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുന്നു. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.